ഇന്ന് നമ്മൾ ലുസേൺ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിലെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയിലെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇത് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു തണുത്ത ഒരു ഒരു വിൻ്റർ മോർണിംഗിലെ ഒരു വ്യൂ ആണ് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ കുറച്ചധികം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റി. ഒന്ന് നമ്മുടെ ലുസേണിലെ ലേക്കായിരുന്നു ഒന്ന്. സോ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ലേക്കിലോട്ടാണ്. സോ അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോട്ടലിൽ തന്നെ. സോ അവിടേക്കാണ് നമ്മളുടെ ഇപ്പോഴത്തെ യാത്ര. സോ ബ്രേക്ക്ഫാസ്റ്റ് വാസ് സോ വൈബ്രൻറ്റ്. കുറേ അധികം ഡിഷസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ സിറിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സോസേജസ്, സ്ക്രാമ്പിൾഡ് എഗ്സ്, ബോയിൽഡ് എഗ്സ്, പിന്നെ ബീൻസ്, പിന്നെ ഇങ്ങനത്തെ മീറ്റ് ഐറ്റംസ്, ക്രൊസൻറ്റ്, ബ്രെഡ്, ചീസ്, ബട്ടർ, പിന്നെ അവിടെ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളുണ്ടായിരുന്നു. ചീസിൻ്റെ തന്നെ പല വെറൈറ്റീസ്, പിന്നെ അതുപോലെ വെജിറ്റബിൾസ്, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഡിഷസ് നമുക്ക് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മെല്ലെ അവിടെ അടുത്ത് തന്നെ നമ്മൾ ട്രെയിൻ പിടിച്ച് നമ്മൾ ലേക്ക് ലൂസേണിലോട്ടുള്ള യാത്രയിലാണ്. സോ ലേക്ക് ലൂസേൺ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ആൽപ്സിൻ്റെ പർവ്വതങ്ങൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്വപ്ന നഗരമായിട്ടുള്ള ലേക്ക് ലുസേണിൽ തന്നെ ഉള്ള ഒരു ലേക്കാണ്, ഒരു ബ്യൂട്ടിഫുൾ ലേക്കാണ്. സോ ഈ ലുസേൺ തടാകം അഥവാ ലേക്ക് ലുസേൺ, അതിന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത് വിർവാൽ സ്റ്റാറ്റർസി. വളരെ വലിയൊരു പേരാണ്. ഓക്കെ, ഈ പച്ചപ്പുള്ള മലകളും നീല നിറത്തിലുള്ള വെള്ളവും അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കായിരുന്നു അത്. സോ നമുക്കിവിടെ ലേക്ക് ലൂസേണിലേക്ക് പോകുന്ന വഴികളും സൂപ്പറായിരുന്നു. ഇത്രയും ദിവസം നമ്മൾ കണ്ട വഴികൾ എന്ന് പറയുന്നത് ഫുള്ള് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് കുറച്ചും കൂടി ആ ഒരു അതായത് സ്നോഫോൾ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രീനറി, ഒരു പച്ചപ്പുള്ള സ്ഥലങ്ങളായിരുന്നു കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. സോ ആക്ച്വലി നമ്മൾ സമ്മർ സീസണിൽ സ്വിസ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളായിരിക്കും ഒരുവിധപ്പെട്ട എല്ലായിടത്തും കാണാനുള്ളത്. ശരിക്കും ഒരു പോസ്റ്റ് കാർഡ് സ്റ്റൈലിലോട്ടുള്ള വില്ലേജസ് ആയിരിക്കും കൂടുതൽ കാണാൻ പറ്റുന്നത്. നമുക്കറിയാലോ സ്വിസ്സിൽ അവിടുത്തെ പശുക്കൾക്ക് വരെ അതിൻ്റേതായ ഭംഗിയുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ പശുക്കളൊക്കെ മേയ്ക്കുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഒരു സൈഡിൽ തടാകം, മറ്റോടത്ത് ഗ്രീനറി, അങ്ങനെ കുറേ കാര്യങ്ങളായതുകൊണ്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സോ അത് നമ്മൾ നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമുക്ക് അവിടെ നിന്ന് ലേക്ക് ലൂസേണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ് പിടിക്കണമായിരുന്നു. സോ ബസ്സിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് യാത്രയിലാണ് നമ്മൾ ലേക്ക് ലൂസേണിൽ എത്താൻ വേണ്ടി പറ്റുന്നത്. സോ ലേക്ക് ലൂസേണിൽ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. മെയിനായിട്ട് നമുക്ക് അവിടെ പോയപ്പോൾ കാണാൻ പറ്റുന്നത് അവിടെ ഡൈവിങ്, അതുപോലെ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേക്ക് ക്രൂസ്, അതായത് ബോട്ടിൻ്റെ കംപ്ലീറ്റ് ലേക്ക് ഇങ്ങനെ ചുറ്റുന്ന രീതിയിൽ ബോട്ടിൻ്റെ സഞ്ചാരികൾക്കൊക്കെ ബോട്ടിൽ നമുക്ക് സഞ്ചരിച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഡൈവിങ്, സ്നോർക്കിളിങ് അങ്ങനെയുള്ള അണ്ടർ വാട്ടർ അഡ്വഞ്ചേഴ്സൊക്കെ നമുക്ക് അവിടെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈവൻ അണ്ടർ വാട്ടർ പോയില്ലെങ്കിൽ തന്നെ നമുക്ക് അവിടുത്തെ വെള്ളത്തിൽ നല്ല ക്ലിയർ ആയിരുന്നു. നമുക്ക് ദൂരെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ മീനുകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. യെസ് ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ലേക്കിൻ്റെ അടുത്തോട്ട്. സോ ഇവിടുത്തെ ബസ് സിസ്റ്റം ആണെങ്കിലും യൂറോപ്പിൽ എല്ലായിടത്തും കാണുന്ന പോലെ നമുക്കിപ്പോൾ സ്വിസ് ട്രാവൽ പാസ് ഉണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറിയിട്ട് നമുക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ ഒരു ബോർഡിൽ കാണിക്കും ഏതൊക്കെ സ്റ്റോപ്പുകളാണ് ഉള്ളതെന്നുള്ളത്. സോ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ നമ്മൾ ആ സ്റ്റോപ്പിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടിയൊക്കെ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കഫേസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും ഭയങ്കര പീസ്ഫുള്ളാണ്. അധികം ആൾക്കാരോ ബഹളങ്ങളോ അങ്ങനെയൊന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആണ് ഇവിടുത്തെ മിക്ക സിറ്റീസും. പിന്നെ നമ്മുടെ മെയിൻ സിറ്റീസായ സുറിച്ച്, അവിടെയൊക്കെയാണ് കുറച്ചധികം ആൾക്കാർ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്.
പിന്നെ ശരിക്കും പറഞ്ഞാൽ സ്വിസ്സിൽ നമുക്ക് ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അവിടെയാണ് ആ ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടവും ആൾക്കാരും കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ ബസ് സ്റ്റേഷൻസിലും. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ വില്ലേജുകളോ അതല്ലെങ്കിൽ സിറ്റീസിലൊക്കെ പോകുമ്പോൾ ഭയങ്കര കാമായിരിക്കും. അധികം ആൾക്കാരും ബഹളങ്ങളോ വണ്ടികളോ ഒന്നും അവിടെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കും. പക്ഷേ സ്വിസ്സിൽ നമുക്ക് അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്വിസ്സിലെ ഫുഡ് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. കോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഫുഡ് തന്നെ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. സോ നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കിട്ടും. അതുപോലെ ഇതിപ്പോൾ കൂപ്പ്, മൈഗ്രോസ് എന്നൊക്കെ പറയുന്ന അവിടെ എല്ലായിടത്തും കാണുന്ന ഒരു വലിയൊരു ബ്രാഞ്ചാണ് കൂപ്പും മൈഗ്രോസൊക്കെ. സോ അതിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫുഡുകൾ കിട്ടും. അതായത് ഫ്രോസൺ ഫുഡ്സും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് റെഡി ടു ഈറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കുന്ന ഫുഡുകളും കിട്ടും. സോ അതാണ് നമുക്ക് ഈ ട്രാവലിൽ നമുക്ക് കുറച്ചൊരു ലക്ഷറി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു കാര്യം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ടൈമിലും നമുക്ക് ഹോട്ടൽസ് ആണെങ്കിലും ഈവൻ എവിടെയാണെങ്കിലും ഫുഡ് ഈസ് വെരി കോസ്റ്റ്ലി. ഈവൻ ട്രാവലും കോസ്റ്റ്ലി ആണ്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ട്രാവൽ പാസ് എടുത്തുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റി. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ ആ ലേക്കിൻ്റെ അടുത്ത് എത്തുകയാണ്. സോ ഇവിടെ നമുക്ക് സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണ്. അതുപോലെ ഇഷ്ടംപോലെ ബോട്ട്സും ഷിപ്പുകളും ഒക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല മഞ്ഞായതുകൊണ്ട് ഫുള്ള് സൈഡുകളൊക്കെ ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കുറേ ഭംഗിയുള്ള സ്ഥലങ്ങൾ തുടക്കത്തിൽ തന്നെ രാവിലെ തന്നെ നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു. യെസ്, അങ്ങനെ ഫൈനലി ഇതാ നമ്മളിവിടെ കാണാൻ പറ്റും ഡൈവേഴ്സ്. സോ ഡൈവേഴ്സിൻ്റെ ഒരു കോച്ചിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ മെല്ലെ മെല്ലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. യെസ്, ഫൈനലി നമ്മുടെ നെക്സ്റ്റ് യാത്ര നമ്മളിവിടുത്തെ ചേപ്പിൾ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ നമ്മൾ ഇറങ്ങി ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഓർക്കസ്ട്രയും ഇങ്ങനത്തെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി.
യെസ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചേപ്പിൾ ബ്രിഡ്ജ്, യൂറോപ്പിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മോണിമെൻറ്റ് പോലെയാണിത്. സോ നമ്മുടെ 14th സെഞ്ച്വറിയിലാണ് ഈ ഒരു മോണിമെൻറ്റ് ബിൽഡ് ചെയ്തത്. ഈ ഒരു മരപ്പാലം എന്ന് പറയുന്നത് അതുപോലെ വുഡൻ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. സോ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കവേർഡ് വുഡൻ ബ്രിഡ്ജുകളിൽ ഒന്നാണിത്. സോ ഈ പാലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചരിത്രത്തിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വാട്ടർ ടവർ ഉണ്ട്. സോ അത് ഈ ലുസേൺ സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴയ ഒരു ഒരു മോണിമെൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. സോ 1993 ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ബ്രിഡ്ജ് കുറേയൊക്കെ നശിച്ചു പോയി. എന്നാലും ഇത് ലുസേൺ എന്ന് പറയുന്ന സിറ്റിയിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മേജർ അട്രാക്ഷനാണ്. സോ എല്ലാവരും ഇവിടെ വരുമ്പോൾ കവർ ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇവിടുത്തെ ചേപ്പിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആ റിവറും അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ ടവറും ഒക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ലുസേൺ നഗരത്തിലെ ചേപ്പിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. യെസ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലുസേണിൽ തന്നെ വൺ ഓഫ് ദ എന്താ പറയുക എല്ലാവരുടെയും ഫോട്ടോസിലും അട്രാക്റ്റീവായിട്ട് കാണുന്ന ലയൺ സ്മാരകം, അതായത് ലയൺ മോണുമെൻറ്റ്, ദുഃഖത്തിൻ്റെ ശില്പം എന്ന് പറയുന്ന അങ്ങനെ അറിയപ്പെടുന്ന ലയൺ മോണുമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു വലിയ പാറയിൽ കൊത്തിയെടുത്ത പരിക്കേറ്റൊരു സിംഹം. ഇത് വെറും ഒരു സ്റ്റാച്യുവോ അല്ലെങ്കിൽ ഒരു ശില്പങ്ങളോ ഒന്നുമല്ല. ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മോണുമെൻ്റ് ആണ്. സോ 1792 ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്ത് കൊല്ലപ്പെട്ട സ്വിസ് ഗാർഡുകളെ അനുസ്മരിക്കുന്ന ഒരു സ്മാരകമാണ് ഈ ലയൺ മോണുമെൻ്റ് എന്ന് പറയുന്നത്. സോ ഈ സിംഹത്തിൻ്റെ മുഖഭാവവും ദുഃഖവും വീരതയും ഒരേപോലെ പ്രകടിപ്പിക്കുന്ന ഒരു മോണുമെൻ്റ് ആണ് ഈ ലയൺ മോണുമെൻ്റ്. സോ ലോകത്തിലെ ഏറ്റവും ദുഃഖഭരിതവും ഹൃദയസ്പർശിയുമായ ശില്പം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു ആ ഒരു ലയൺ മോണുമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലിലു ലൈറ്റ് ഫെസ്റ്റിവൽ, പ്രകാശത്തിൻ്റെ ഉത്സവം. ലുസേണിലെ നൈറ്റ് ടൈമിൽ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം നടന്ന ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാ വർഷവും ഈ ഒരു വിൻ്റർ ടൈമിൽ ലുസേൺ നഗരത്തിൽ നടക്കുന്ന ഒരു ലൈറ്റ് ഫെസ്റ്റിവലാണ് ഈ ലിലു ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ അവിടുത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മോണുമെൻറ്റ്സും ബിൽഡിങ്സും ഒക്കെ ഫുൾ ലൈറ്റുകളും കുറേ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ആർട്സും കൊണ്ടൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ചേപ്പിൾ ബ്രിഡ്ജും നഗരത്തിലെ കുറേ ഭാഗങ്ങളൊക്കെ ഈ ഒരു മാജിക്കലായിട്ടുള്ള ലൈറ്റ് ഫെസ്റ്റിവൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ, അതായത് ലൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ലൈറ്റ് ഫെസ്റ്റിവൽ. നമുക്ക് ഇഷ്ടംപോലെ ഭംഗിയുള്ള ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ ലൈറ്റ് ഫെസ്റ്റിവൽ യൂഷ്വലി പറഞ്ഞ പോലെ ജനുവരി ടൈമിലാണ് യൂഷ്വലി വരുന്നത്. സോ നമുക്ക് ലുസേണിലോട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ബസ്സുകളുണ്ട്, അതുപോലെ ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മളിത് മെല്ലെ മെല്ലെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
യെസ്, ഇവിടെ ഇരിക്കുന്ന ഈ ബെഞ്ചസ് വരെ ഫുൾ ലൈറ്റിലോട് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഒരു വലിയ മോണമെന്റിന്റെ അകത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് ഷോ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ വിസിറ്റേഴ്സ്, ഇഷ്ടം പോലെ സഞ്ചാരികൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. ചെറിയ ചെറിയ ഫുഡ് സ്റ്റാൾസും കാര്യങ്ങളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലുസേൺ നഗരത്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ലേക്ക് ലുസേൺ ഉണ്ട്, അവിടുത്തെ ബോട്ട് ക്രൂസ് ഒക്കെ നമുക്ക് പോവാം. അതുപോലെ തന്നെ നമുക്ക് ലൈൻ മോണ്യുമെൻ്റ് ഉണ്ട്, ചേപ്പിൾ ബ്രിഡ്ജ് ഉണ്ട്, ഈ ലൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ നമ്മുടെ സ്വിസ് ട്രാൻസ്പോർട്ട് മ്യൂസിയം, അങ്ങനെ ഇഷ്ടംപോലെ അട്രാക്ഷൻസ് ഉള്ള ഒരു സിറ്റിയാണ് സ്വിറ്റ്സർലാൻഡിൽ ലുസേൺ എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും മറക്കാണ്ട് ഈ ഒരു പ്ലേസ് എന്തായാലും വിസിറ്റ് ചെയ്യണം. യെസ് ഗായ്സ്, സോ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് സീരീസിലെ ഫൈനൽ വീഡിയോ ആയിരുന്നു ഇത്. നമ്മൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തിരുന്നു. സുറിച്ച്, ഗ്രിൻഡൽവാൾഡ്, ഇന്റർലേക്കൺ, ലുസേൺ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഒരു 5 ഡേ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്തു. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ മോർ ട്രാവൽ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ബൈ ഗായ്സ്.